മഹാരാഷ്ട്രയിൽ ഞെട്ടിക്കുന്ന പ്രഖ്യാപനമാണ് അജിത് പവാർ നടത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ശക്തി പ്രകടനമായി ഇതിനെ കണക്കാക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയെ BJP എഴുതിത്തള്ളുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അത് മറികടക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇപ്പോൾ അജിത് പവാർ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതായത് മഹാരാഷ്ട്രയിലെ പ്രാദേശിക സിവിൽ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി സ്വതന്ത്രമായി മത്സരിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് അജിത് പവാർ നടത്തിയിരിക്കുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ഇപ്പോഴത്തെ സഖ്യകക്ഷികളുമായി ചേർന്ന് മത്സരിക്കും. എന്നിരുന്നാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ തങ്ങൾ സ്വതന്ത്രമായി മത്സരിക്കുമെന്നതാണ് അജിത് പവാർ വ്യക്തമാക്കിയിരിക്കുന്നത്. 2023 ജൂലൈയിലാണ് ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയിൽ നിന്നും അജിത് പവാറും ടീമും പുറത്തു വന്നത്. പൂനെയിലും പിംപ്രി ചിഞ്ച്വാഡിലും കാര്യമായ സാന്നിധ്യമുണ്ടെങ്കിലും മുംബൈയിലും മറ്റ് 2 നഗരങ്ങളിലും NCPക്ക് വലിയ സ്വാധീനമില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും സ്വതന്ത്രമായി മത്സരിക്കുന്നതിന് വിവിധ ജില്ലകളിലും മറ്റ് നഗരങ്ങളിലും പാർട്ടി സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. NCPയുമായി കൈകോർക്കാനുള്ള പാർട്ടിയുടെ നീക്കം BJP പ്രവർത്തകർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് RSS ബന്ധമുള്ള മറാഠി വാരികയായ വിവേകിൽ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് അജിത് പവാറിന്റെ ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. 27 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കും 25 ജില്ലാ പരിഷത്തുകളിലേക്കും അതുപോലെ മുനിസിപ്പാലിറ്റികളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് ഏകദേശം 2 വർഷമായി മുടങ്ങിക്കിടക്കുകയാണ്. ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ ശക്തി തെളിയിച്ചുകൊണ്ട് BJPക്ക് തക്കതായ മറുപടി നൽകാനാണ് അജിത് പവാറിന്റെ നീക്കം.